മാം, മേയർ No comments. ആർ ശ്രീലേഖയുടെ ഈ നോ കമന്റ് എന്ന പ്രതികരണത്തിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമാണ്. തിരുവനന്തപുരം മേയർ സ്ഥാനം കിട്ടാത്തതിൽ കട്ടക്കലിപ്പിലാണ് ആർ ശ്രീലേഖ. അവസാന നിമിഷത്തെ അട്ടിമറിയിൽ വി രാജേഷ് മേയർ സ്ഥാനം കൊണ്ടുപോയി. ശ്രീലേഖയ്ക്ക് ഇങ്ങനെ നോ കമന്റ്സ് പറഞ്ഞ് ഇരിക്കേണ്ടിയും വന്നു. എന്താണ് അവസാന നിമിഷം BJP-യിൽ സംഭവിച്ചത്? സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരനെ വെട്ടി ആരാണ് രാജേഷിന് വേണ്ടി കേന്ദ്ര നേതൃത്വത്തിൽ കളിച്ചത്? ഈ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഒപ്പം മറ്റൊരു കാര്യം കൂടി വ്യക്തമാവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനം കാരണം രാജീവ് ചന്ദ്രശേഖരന് കേന്ദ്ര നേതൃത്വത്തിലുള്ള വോയിസ് നഷ്ടമായിരിക്കുകയാണ്. മാത്രമല്ല മുരളീധര സുരേന്ദ്ര പക്ഷം വീണ്ടും ശക്തി ആർജിച്ചതും തിരുവനന്തപുരം മേയർ തെരഞ്ഞെടുപ്പിലെ നീക്കങ്ങളിലൂടെ നമുക്ക് നോക്കിക്കാണാൻ കഴിയും. അതിൻ്റെ വിജയാഘോഷം മേയർ തെരഞ്ഞെടുപ്പ് ചടങ്ങിൽ പങ്കെടുത്ത കെ സുരേന്ദ്രന്റെ ബോഡി ലാംഗ്വേജിലും ഉണ്ടായിരുന്നു. ചിരിച്ച് ആഘോഷിക്കുകയായിരുന്നു സുരേന്ദ്രൻ. ഈ അവസരത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ അടുത്ത ആളുകൾക്ക് ഒരു കൊട്ടു കൊടുക്കാനും കെ സുരേന്ദ്രൻ മറന്നില്ല. ഇതും BJP-ക്കുള്ളിൽ ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. തിരുവനന്തപുരത്തെ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രസക്തമായ 3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഈ വീഡിയോ. ആദ്യം, ഏത് വഴിയിലൂടെയാണ് രാജീവ് ചന്ദ്രശേഖരും കൂട്ടരും ഉറപ്പിച്ചിരുന്ന ആർ ശ്രീലേഖയെ മുരളീധരപക്ഷം വെട്ടിയത് എന്ന് പരിശോധിക്കാം. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിൻ്റെ കൃത്യമായ ഒരു സൂചകം എന്നതുപോലെ കെ സുരേന്ദ്രൻ വി രാജേഷിനെ കുറിച്ചിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് പരിശോധിക്കാം. വി രാജേഷിന്റെ സമര പാരമ്പര്യം ഓർമ്മിപ്പിക്കുന്ന പോസ്റ്റാണ് സുരേന്ദ്രൻ ഇട്ടത്. പോലീസിന്റെ ഗ്രനേഡ് പ്രയോഗത്തിനിടയിൽ നിൽക്കുന്ന സുരേന്ദ്രന്റെയും രാജേഷിന്റെയും ചിത്രങ്ങളാണ് പോസ്റ്റിലുള്ളത്. ആ പോസ്റ്റിനൊപ്പം ചേർത്തിരിക്കുന്ന വാക്കുകളും വളരെ പ്രസക്തമാണ്. അനേകം സമരങ്ങൾ, ശബരിമല സമരകാലത്തടക്കം ജീവൻ മറന്നും പോരാടിയ സമരനായകൻ, ഒരിക്കൽ കോർപ്പറേഷന് മുന്നിൽ പോലീസ് ഗ്രനേഡ് എറിഞ്ഞപ്പോൾ ഒരുമിച്ച് നിന്ന് ചെറുക്കുന്ന ചിത്രം എന്നാണ് സുരേന്ദ്രൻ കുറിച്ചത്. അതായത് വലിയ സമര പാരമ്പര്യമുള്ള രാജേഷ് തന്നെയാണ് മേയർ ആകേണ്ടത്, അല്ലാതെ ഇന്നലെ വന്നവരല്ല എന്ന് തന്നെയാണ് സുരേന്ദ്രൻ ഈ പോസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിലും രാജേഷിന്റെ സമര ചരിത്രം സുരേന്ദ്രൻ പറഞ്ഞു എന്നതും നമ്മൾ നോക്കിക്കാണണം. അല്ല, സ്വാഭാവികമാണല്ലോ. അദ്ദേഹം യുവമോർച്ചയിൽ എന്റെ സഹപ്രവർത്തകനായിരുന്നു. പിന്നീട് ഞാൻ അധ്യക്ഷനായപ്പോഴും അദ്ദേഹം പാർട്ടിയിൽ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിരുന്നു. രാജീവേട്ടൻ പ്രസിഡന്റ് ആയപ്പോഴും അദ്ദേഹത്തിന് ആ വലിയ ചുമതലകളെല്ലാം നൽകുകയുണ്ടായിട്ടുണ്ട്. അതും ഒരു സ്വാഭാവിക പരിണാമം. ഒരിക്കലുമില്ല. ഞാൻ മേയർ ആരാവുമെന്നോ ഡെപ്യൂട്ടി മേയർ ആരാവുമെന്നോ രാജീവ് എന്നോട് പറയുമ്പോൾ മാത്രമാണ് ഞാൻ അറിഞ്ഞത്. മുരളീധരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും കെ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിലും മേയർ തെരഞ്ഞെടുപ്പിലെ ഇടപെടൽ നിഷേധിക്കുന്നുണ്ട് എങ്കിലും രാജേഷ് പാർട്ടിക്ക് വേണ്ടിയെടുത്ത പണികൾ തന്നെയാണ് ഈ പക്ഷം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലേക്ക് എത്തിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനുള്ള കൃത്യമായ തെളിവാണ് കെ സുരേന്ദ്രന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫേസ്ബുക്ക് പോസ്റ്റ്. പെട്ടെന്ന് പാർട്ടിയിലേക്ക് എത്തിയ സെലിബ്രിറ്റികൾക്ക് ഉടൻ വലിയ സ്ഥാനം നൽകുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന വാദമാണ് മുരളീധര സുരേന്ദ്രപക്ഷം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വെച്ചത്. ജില്ലാ കോർ കമ്മിറ്റി യോഗത്തിലും അതുപോലെ കൗൺസിലർമാരുടെ യോഗത്തിലും ആർ ശ്രീലേഖയുടെ പേര് മേയർ സ്ഥാനത്തേക്ക് ഉറപ്പിച്ചിരുന്നതാണ്. കോർ കമ്മിറ്റിയിലും അതുപോലെ കൗൺസിലർമാരുടെ ഈ യോഗത്തിലുമാണ് കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത്. എന്നാൽ പിന്നീട് അസാധാരണമായ നീക്കത്തിലൂടെ BJP-യിൽ കണ്ടിട്ടില്ലാത്ത നീക്കത്തിലൂടെ അത് അട്ടിമറിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. പ്രസിഡന്റിന് മേധാവിത്വമുള്ള പാർട്ടിയാണ് BJP, നമുക്കറിയാം. സംസ്ഥാന അധ്യക്ഷന്റെ വാക്ക് അന്തിമവുമാണ്. രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ കേരളത്തിൽ വന്നിട്ടുള്ള സംസ്ഥാന അധ്യക്ഷന്മാരിൽ ഏറ്റവും കരുത്തുറ്റ ആളുമാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസുമായും അമിത്ഷായുടെ ഓഫീസുമായി നേരിട്ട് ബന്ധമുള്ള വ്യക്തിയാണ്. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ മേയർ സ്ഥാനാർത്ഥിയെ കേന്ദ്ര നേതൃത്വം വെട്ടുകയാണ് ഉണ്ടായത്. അതിന് പ്രധാന കാരണമായത് മുരളീധര പക്ഷത്തിൻ്റെ കൃത്യമായ ഇടപെടലാണ്. മുതിർന്ന നേതാവായ BL സന്തോഷ് വഴി അക്കാര്യത്തിൽ നീക്കം നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പദവികൾ പാർട്ടിക്ക് കിട്ടുമ്പോൾ അത് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവർക്ക് കൊടുത്തില്ലെങ്കിൽ സാധാരണ പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ അത് തകർക്കുമെന്ന വാദമാണ് BL സന്തോഷിലൂടെ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ മുരളീധരപക്ഷം മുന്നോട്ട് വെച്ചത്. മാത്രമല്ല വി രാജേഷിനെ ഒഴിവാക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യാഘാതമുണ്ടാക്കുമെന്നും മുരളീധരപക്ഷം നിലപാടെടുത്തു. ഈ വാദം കേന്ദ്ര നേതൃത്വം ഗൗരവത്തിലെടുക്കുകയായിരുന്നു. ഈ വാദത്തെ പ്രതിരോധിക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് കരുത്തും ഇല്ലായിരുന്നു. ഇതെല്ലാമാണ് വി രാജേഷിന് തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് വഴി തുറന്നത്. എന്തായാലും കേന്ദ്ര നേതൃത്വത്തിന്റെ ഈ ഇടപെടൽ സംസ്ഥാന നേതൃത്വത്തിന് വലിയ തിരിച്ചടിയാണ്. ഇതിനിടയ്ക്കാണ് കെ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖരന്റെ അടുത്ത ആളുകളെ പരോക്ഷമായി വിമർശിച്ച് അല്ലെങ്കിൽ കുത്തിനോവിച്ച് രംഗത്ത് വന്നത് എന്നതും ശ്രദ്ധേയമാണ്. കെ സുരേന്ദ്രന്റെ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: BJP-യിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ബാഹ്യശക്തികളോ മാധ്യമ സുഹൃത്തുക്കളോ അല്ല.
ഏറ്റവും ഉചിതമായ തീരുമാനമെടുത്ത ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്കും ആദരണീയനായ പ്രധാനമന്ത്രിക്കും ശ്രീ കരമന ജയനും പാർട്ടിയുടെ കേന്ദ്ര നേതാക്കൾക്കും അഭിനന്ദനങ്ങൾ. ലക്ഷോപലക്ഷം പാർട്ടി പ്രവർത്തകരുടെ കഠിനാധ്വാനമാണ് ഈ വിജയം ഉറപ്പുവരുത്തിയത്. വി രാജേഷിനും ആശാനാഥിനും അഭിനന്ദനങ്ങൾ. വ്യാജൻ കറിയമാർക്ക് നല്ല നമസ്കാരം എന്നാണ് സുരേന്ദ്രന്റെ പോസ്റ്റ്. അതായത് രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി ഓപ്പറേഷൻ നടത്തുന്നത് ചില ഓൺലൈൻ മാധ്യമ പ്രവർത്തകരാണ് എന്നാണ് BJPക്കുള്ളിൽ ഒരു വിഭാഗം ആരോപിക്കുന്നത്. അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണ് കെ സുരേന്ദ്രന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് രാജീവ് ചന്ദ്രശേഖറിനുള്ള മറുപടി കൂടിയാണ് എന്ന് BJP രാഷ്ട്രീയം അറിയാവുന്നവരെല്ലാം പറയും. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ തിരിച്ചടി കിട്ടിയ രാജീവ് ചന്ദ്രശേഖർ പക്ഷത്തിന് തിരുവനന്തപുരം മേയർ തെരഞ്ഞെടുപ്പ് ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിയായിപ്പോയി എന്ന് തന്നെ പറയാം. കേന്ദ്ര നേതൃത്വം RC പക്ഷത്തോട് അത്ര തൃപ്തിയിലല്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് RCയുടെ അഭിപ്രായത്തെ വെട്ടി മുരളീധര പക്ഷത്തിൻ്റെ നീക്കത്തിന് കൈകൊടുത്തത്. അതിന് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനും തൃപ്പൂണിത്തുറ നഗരസഭയും കിട്ടിയത് ഒഴിച്ചാൽ പറയത്തക്ക നേട്ടമൊന്നും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഇല്ല എന്നുള്ളതാണ് നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. പന്തളം നഗരസഭ നഷ്ടമാവുകയും ചെയ്തു. പാലക്കാട് നഗരസഭ നിലനിർത്താൻ കഴിഞ്ഞു എന്നതാണ് ഏക ആശ്വാസം. ആകെ ഒരേ ഒരു MP ഉള്ള തൃശ്ശൂരിലാണെങ്കിൽ വലിയ പരാജയമാണ് പാർട്ടി ഏറ്റുവാങ്ങിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ 2 ലക്ഷത്തോളം വോട്ട് BJPക്ക് തൃശ്ശൂരിൽ കുറഞ്ഞു. മാത്രമല്ല തൃശ്ശൂർ ജില്ലയിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ പോലും ഭൂരിപക്ഷം നേടാനും BJPക്ക് കഴിഞ്ഞില്ല. തൃശ്ശൂർ ജില്ലയിലെ 12 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ BJPക്ക് ഒരു സീറ്റ് പോലും നേടാനുമായില്ല. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ട് UDF തിരിച്ചുപിടിക്കുകയും ചെയ്തു. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി പിടിച്ച വോട്ട്, ആ മേഖലയിലുള്ള വോട്ടുകളെല്ലാം തിരിച്ച് UDF പിടിക്കുന്ന കാഴ്ചയും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നമ്മളെ കാണിച്ചു തന്നു. മാത്രമല്ല സംസ്ഥാനത്തെ മൊത്തം വോട്ട് വിഹിതത്തിൽ BJPക്ക് വലിയ കുറവുണ്ടായി. പൊളിറ്റിക്കൽ വോട്ടുകൾ ഫലം നിർണ്ണയിക്കുന്ന ജില്ലാ ഡിവിഷനുകളിൽ ഒരു സീറ്റ് മാത്രമാണ് BJPക്ക് നേടാൻ കഴിഞ്ഞത്. അത് കാസർഗോഡാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് വെച്ച് പരിശോധിക്കുമ്പോൾ ആകെ BJPക്ക് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞത് തിരുവനന്തപുരത്തെ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ്. തൃശ്ശൂർ ജില്ലയിലെ ഒരു മണ്ഡലത്തിലും ഭൂരിപക്ഷം നേടാനും കഴിഞ്ഞില്ല. ഇതിൽ വട്ടിയൂർക്കാവ് BJP വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലമാണ്. ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നൽകാമെന്നാണ് ശ്രീലേഖയ്ക്ക് മുന്നിൽ BJP കേന്ദ്ര നേതൃത്വം വെച്ചിരിക്കുന്ന അനുനയ വാഗ്ദാനം. ശ്രീലേഖയെ അനുനയിപ്പിക്കാൻ ഈ നീക്കത്തിലൂടെ കഴിഞ്ഞുവെന്നാണ് കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നത്. എന്നാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാത്ത ശ്രീലേഖ മേയർ സ്ഥാനം നഷ്ടപ്പെട്ടതിൽ തൻ്റെ അതൃപ്തി പ്രകടമാക്കുന്നതാണ് നമ്മൾ കണ്ടത്. മറ്റെന്തെങ്കിലും ആവശ്യം ശ്രീലേഖ പാർട്ടിക്ക് മുന്നിൽ വയ്ക്കുമോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. എന്തായാലും തിരുവനന്തപുരം മേയർ തെരഞ്ഞെടുപ്പിലെ അട്ടിമറി BJPക്കുള്ളിലെ ശാക്തിക ബലാബലത്തിൻ്റെ കൃത്യമായ സൂചനയാണ്. മുരളീധര പക്ഷം വീണ്ടും പിടിമുറുക്കുന്നത് RC പക്ഷത്തിന് തലവേദനയാണ്. പ്രത്യേകിച്ച് നേമത്ത് സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് രാജീവ് ചന്ദ്രശേഖർ തന്നെ മുന്നോട്ട് വന്ന ഒരു സാഹചര്യമുണ്ട്. നേമത്ത് കെ സുരേന്ദ്രന് കണ്ണുണ്ടെന്നാണ് പരക്കെ പറഞ്ഞു കേൾക്കുന്നത്. മാത്രമല്ല വട്ടിയൂർക്കാവിൽ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആരെങ്കിലും മത്സരിക്കണം എന്നാണ് മുരളീധരയുടെ പക്ഷത്തിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ശ്രീലേഖയുടെ പേര് അവിടെ വെച്ച് ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചത് ഇനി പിൽക്കാലത്ത് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യവും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. ഇതെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ BJPയിലെ പടലപ്പിണക്കങ്ങൾ രൂക്ഷമാക്കാനാണ് സാധ്യത. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ വാട്സപ്പ് ചാനലിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.